കെറ്റാമലോൺ ഡാർക്ക് വെബ് ലഹരി ഇടപാടുകളിലെ ആദ്യ കേസിൽ NCB കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം ജില്ലാ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മുഖ്യപ്രതി എഡിസൺ ബാബു അടക്കം കേസിലാകെ 4 പ്രതികളാണ് ഉള്ളത്. നിതിൻ സേവ്യറുടെ വിവരങ്ങൾ നൽകാനായി. നിതിൻ, എന്താണ് കുറ്റപത്രത്തിന്റെ ഉള്ളടക്കം? ഈ കെറ്റാമലോൺ കേസുമായി ബന്ധപ്പെട്ട് കെറ്റാമലോൺ ഡാർക്ക് വെബ് ലഹരി ശൃംഖലയുമായി ബന്ധപ്പെട്ട ആദ്യ കേസിലാണ് ഇപ്പോൾ NCB എറണാകുളം ജില്ലാ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഇക്കഴിഞ്ഞ ഡിസംബർ 23-നാണ് ഈ കുറ്റപത്രം സമർപ്പിച്ചത്. ഇതിൽ മുഖ്യപ്രതി എഡിസൺ ബാബു അടക്കം 4 പ്രതികളാണുള്ളത്. ഇന്ത്യയിലെ തന്നെ ലെവൽ 4-ലുള്ള ഏക ലഹരി വിൽപ്പനക്കാരനെയാണ് ഈ എഡിസൺ ബാബു എന്നാണ് NCB കോടതിയിൽ കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ കാർട്ടലുകളുമായി ബന്ധമുള്ള വലിയ തോതിൽ ഇടപാടുകൾ നടത്തിയിരുന്ന ആളായിരുന്നു എഡിസൺ ബാബു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ സഹപാഠിയും സുഹൃത്തുമായിരുന്ന അരുണിനെ നേരത്തെ തന്നെ NCB ഇയാൾക്കൊപ്പം തന്നെ പിടികൂടിയിരുന്നു. ഇവർ രണ്ടുപേരും കൂടാതെ ഓസ്ട്രേലിയയിലുള്ള ഹരികൃഷ്ണൻ, ഇവരുടെ മറ്റൊരു സുഹൃത്ത് സന്ദീപ് എന്നീ 4 പ്രതികളാണ് നിലവിൽ ഈ കേസിലുള്ളത്. ഇതിൽ എഡിസൺ ബാബുവിനെയും അരുണിനെയും നേരത്തെ തന്നെ പിടികൂടിയിരുന്നു. ഹരികൃഷ്ണനും സന്ദീപും ഒളിവിലാണ് എന്നാണ് NCB കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കേസിൽ ഇവരുടെ സുഹൃത്തും റിസോർട്ട് ഉടമയുമായ 2 പേരെ കൂടി, ഇവരുടെ സഹപാഠി കൂടിയായിരുന്ന 2 പേരെ കൂടി പിടികൂടിയിരുന്നത് KV ഡിയോളും ഭാര്യ അഞ്ജുവുമാണ്. അവർക്കെതിരെ മറ്റൊരു കേസ്, ഓസ്ട്രേലിയയിൽ നിന്നും ലഹരി മരുന്ന് എത്തിച്ച് വിൽപ്പന നടത്തിയതിന് മറ്റൊരു കേസ് അവർക്കെതിരെ ചാർജ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറ്റപത്രവും ഉടൻ തന്നെ സമർപ്പിക്കുമെന്നാണ് NCB പറയുന്നത്.